നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് കിട്ടിയ അടി CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോഴും. കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറുമോ എന്നുള്ള ഭയം CPM-നെ വല്ലാതെ വേട്ടയാടുന്നു. കാരണം ആലപ്പുഴയ്ക്കും പറയാനുള്ളത് ചുവപ്പിനെ നെഞ്ചോട് ചേർത്ത ചരിത്രം തന്നെയാണല്ലോ. ആ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമോ, മറ്റാരെങ്കിലും അവിടെ ആധിപത്യം സ്ഥാപിക്കുമോ എന്നുള്ളതാണ് CPM-നെ ഇപ്പോൾ വല്ലാതെ വിറളി പിടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു ആലപ്പുഴയിൽ. അതുതന്നെ അതേ പാതയിലേക്ക് അത് ആവർത്തിക്കാൻ തന്നെയാണ് BJP-യും കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതായത് ശോഭാ സുരേന്ദ്രനെ ഒക്കെ ആലപ്പുഴയിൽ ഇറക്കാനുള്ള ഒരു നീക്കമാണ് BJP ഇപ്പോൾ പയറ്റുന്നത്. ഇതുകൂടാതെ കോൺഗ്രസും UDF-ഉം ഒക്കെ ആലപ്പുഴയിൽ വലിയ നേട്ടമുണ്ടാക്കാനുള്ള പടപ്പുറപ്പാടിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇതെല്ലാം CPM-നെ വലിയ രീതിയിലാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ആലപ്പുഴയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 8-ലും ചുവപ്പിന് തന്നെയാണ് മുന്നേറ്റമുണ്ടായിരുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പതിവ് തെറ്റിക്കാതിരിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം. ചരിത്രം ആവർത്തിക്കാൻ സിറ്റിംഗ് MLA-മാരെ തന്നെ രംഗത്തിറക്കാനാണ് CPM-ന്റെ ശ്രമമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. തദ്ദേശത്തിൽ 5 മണ്ഡലങ്ങളിൽ ഉണ്ടായ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് UDF-ഉം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. താഴെ തട്ട് മുതലുള്ള കുതിപ്പ് ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ സഹായിക്കുമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. അതായത് CPM-ന്റെ കൈപ്പിടിയിലുള്ള ആലപ്പുഴയെ പൂർണ്ണമായും ഇങ്ങെടുക്കാനുള്ള നീക്കത്തിലേക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഒരു വശത്ത് BJP-യും മറ്റൊരു വശത്ത് UDF-ഉം. ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ ഹരിപ്പാട് മാത്രമാണ് നിലവിൽ UDF-ന്റെ കയ്യിലുള്ളത്. നിലവിലെ സ്ഥിതിയിൽ ഇടതുപക്ഷത്തിന് ഉറപ്പിച്ചു പറയാവുന്ന മണ്ഡലങ്ങൾ മാവേലിക്കരയും ചേർത്തലയുമാണ്. ചെങ്ങന്നൂരും ഒരുപക്ഷെ അവർക്കൊപ്പം നിന്നേക്കാം. കാരണം അവിടെ സജി ചെറിയാൻ വലിയ ഒരു ശക്തി തന്നെയാണ്. ബാക്കി 5 സീറ്റുകളിൽ 4 എണ്ണത്തിൽ UDF-നാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. കായംകുളത്ത് BJP-ക്ക് ശക്തമായ സ്വാധീനം ഇപ്പോഴുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയാണ് 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത്. 2016-ലും 2021-ലും രമേശ് ചെന്നിത്തല മത്സരിച്ച ഹരിപ്പാട് മാത്രമാണ് UDF-ന് ഒപ്പമുള്ളത്. അതിനാൽ തന്നെ ഹരിപ്പാട് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാണ് ഇടതിന്റെ ശ്രമം. CPI-യുടെ ജില്ലാ കൗൺസിൽ അംഗം G. കൃഷ്ണപ്രസാദിന്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. ഇടതിന്റെ സിറ്റിംഗ് സീറ്റിൽ ചെങ്ങന്നൂരിൽ നിലവിലെ മന്ത്രി കൂടിയായ സജി ചെറിയാൻ, ചേർത്തലയിൽ മന്ത്രി P. പ്രസാദ്, ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ, അമ്പലപ്പുഴയിൽ H. സലാം, മാവേലിക്കരയിൽ MS. അരുൺകുമാർ, അരൂരിൽ ദലിമ ജോജോ എന്നിവർ വീണ്ടും മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പ്രതിഭയുടെ കാര്യത്തിലുണ്ടായ ആശയക്കുഴപ്പം 2 ടേം വ്യവസ്ഥ മാറ്റിയതോടെ മാറുകയും ചെയ്തു. ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന പ്രതിഭ ഇടതിന്റെ മറ്റൊരു പ്രതീക്ഷയാണ്. കൂടാതെ മുൻ മന്ത്രി കൂടിയായ G. സുധാകരനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. സുധാകരൻ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള നീക്കം ശക്തമാക്കണമെന്നാണ് പലരും ആവർത്തിക്കുന്നത്. സുധാകരന് സീറ്റ് നൽകിയാൽ സംസ്ഥാന തലത്തിൽ തന്നെ അത് ഗുണകരമാകുമെന്നാണ് അനുകൂലികളുടെ വാദം. CPM സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. കുട്ടനാട് ഏറ്റെടുക്കില്ലെന്ന് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ NCP-യിലെ തോമസ് K. തോമസും വീണ്ടും രംഗത്തിറങ്ങിയേക്കും എന്നാണ് സൂചനകൾ. കേരള കോൺഗ്രസ് M-ഉം കുട്ടനാട് സീറ്റ് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ. തദ്ദേശത്തിലെ കണക്ക് പ്രകാരം 5 മണ്ഡലങ്ങളിൽ ഇക്കുറി മേൽക്കൈ UDF-നാണ്. ഈ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിജയ സാധ്യത മുൻനിർത്തി ഓരോ മണ്ഡലത്തിൽ നിന്നും 1-ലേറെ പേരുകൾ DCC നേതൃത്വം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, M. ലിജു, MJ ജോബ് ഇവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ജാതിമത സമവാക്യം അനുസരിച്ച് പരിഗണിക്കുന്നതിനാണ് ഇത്രയും പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ചേർത്തലയിൽ KR രാജേന്ദ്ര പ്രസാദ്, VN അജയൻ, CK ഷാജിമോൻ, ഡോക്ടർ KS മനോജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. ആലപ്പുഴയിൽ AA ഷുക്കൂർ, M. ലിജു, MJ ജോബ് എന്നിവരുടെ പേരുകളാണ് ഉള്ളത്. ചേർത്തലയിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S. ശരത്ത്, ഷാജി മോഹൻ, KR രാജേന്ദ്ര പ്രസാദ് എന്നിവർക്കാണ് മുൻഗണന. ലാറ്റിൻ കാത്തലിക് വോട്ടുകൾ കൂടുതലുള്ള ആലപ്പുഴയിൽ KPCC ജനറൽ സെക്രട്ടറി MJ ജോബ്, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, അഡ്വക്കേറ്റ് PJ മാത്യു, മുൻ MP PK S. മനോജ് എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ടത്രേ. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെ പേരും ഉയർന്നു വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ, KPCC ജനറൽ സെക്രട്ടറി
എബി കുര്യാക്കോസ്, ജ്യോതി വിജയകുമാർ എന്നീ പേരുകളും ചർച്ചയിലുണ്ട്. കുട്ടനാട്ടിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റെജി ചെറിയാനാണ് പ്രഥമ പരിഗണന. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ, കായംകുളം മണ്ഡലങ്ങളിലാണ് BJP ഇക്കുറി വിജയ സാധ്യത പ്രതീക്ഷിക്കുന്നത്. ഹിന്ദു വോട്ടർമാരെ ഏകീകരിച്ച് ക്രമേണയുള്ള മുന്നേറ്റം നടത്താനാണ് BJP ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഫലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വോട്ടുകളിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും 25 തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും പ്രകടനം പാർട്ടിയുടെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. മിഷൻ 2026ന്റെ ഭാഗമായി ആലപ്പുഴയിലെ കായംകുളം, ഹരിപ്പാട്, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലാണ് BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. 2016 മുൻപ് ആലപ്പുഴയിൽ കാര്യമായ സ്വാധീനമില്ലാതിരുന്ന BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതര പാർട്ടികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മുന്നേറ്റം നടത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ 11 മുതൽ 16% വരെ വോട്ടുകൾ നേടിയിരുന്നു. എന്നാൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് വലിയ പ്രതീക്ഷ നൽകി. BJPക്കായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 28.3% വോട്ട് വിഹിതം നേടിക്കൊടുത്തു. ഇത് 2019 17.22% നിന്ന് വലിയ മുന്നേറ്റമായിരുന്നു. അതായത് ആലപ്പുഴയിൽ CPMനെ 3ാം സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ തള്ളി. വലിയ രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ CPMനെ വെള്ളം കുടിപ്പിച്ചത്. ഇതോടുകൂടിയായിരുന്നു CPMന് ചില ബോധോദയങ്ങൾ ഉണ്ടായത്. അതായത് പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോകുന്നു. പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഈഴവ വോട്ടുകൾ BJPയിലേക്ക് മറിഞ്ഞു എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പഠനങ്ങളൊക്കെയായിരുന്നു CPM നടത്തിയത്. ഇതോടെയാണ് CPMന് കിട്ടേണ്ട ഈഴവ വോട്ടുകൾ BJP കൊണ്ടുപോകുന്നു എന്നുള്ള ഭയം ഉടലെടുക്കുന്നതും തുടർന്ന് വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്തുന്നതും. ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും CPM ചേരിയിലേക്ക് പോയി ഇതുവരെ ചോർന്നു പോയ വോട്ടുകളെല്ലാം തിരികെ എത്തിക്കാനുള്ള ഒരു നീക്കത്തിലേക്കായിരുന്നു പിന്നീട് പിണറായി കടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അങ്ങ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്റ്റേറ്റ് കാറിൽ വെള്ളാപ്പള്ളിയെ പിണറായി കൊണ്ടിറക്കിയത്. എന്നിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും സുകുമാരൻ നായർ പറഞ്ഞാലുമൊക്കെ ഈഴവരും നായന്മാരുമൊക്കെ CPMന് വോട്ട് ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതായത് അവർ തന്നെ വിലയിരുത്തും ഞാൻ എവിടെ കൊണ്ടുപോയി കുത്തണമെന്ന്. അവിടെ അവർ കുത്താറുള്ളൂ. ഹരിപ്പാട്, കായംകുളം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തെ പിന്നിലാക്കി ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തിയത് പാർട്ടിക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തല പിളർക്കുന്ന നീക്കമായിരുന്നു. BJPക്കാകട്ടെ ഇത് പ്രതീക്ഷ നേടിക്കൊടുക്കുകയും ചെയ്തു. ഹരിപ്പാട് മണ്ഡലത്തിൽ വെറും 1400 വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ KC വേണുഗോപാലിന് പിന്നിലായത്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുതൽ ആലപ്പുഴയുടെ പരമ്പരാഗത കയർ വ്യവസായ മേഖല വരെ നേരിടുന്ന പ്രശ്നങ്ങളടക്കം ഏറ്റെടുത്തുള്ളതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണം. ഇത് പാർട്ടിയുടെ മുന്നേറ്റത്തിന് ശക്തി പകർന്നുവെന്ന് വിലയിരുത്തലുണ്ടായി. കൂടാതെ ശോഭാ സുരേന്ദ്രന്റെ ജനപ്രീതിയും മുന്നേറ്റത്തിന് കാരണമായതായി പാർട്ടി വിലയിരുത്തുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ് ശോഭാ സുരേന്ദ്രനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷയാക്കണമെന്നുള്ള വലിയ മുറവിളികൾ BJPക്കാർ ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങ് കേന്ദ്രത്തിലും വലിയ പ്രശംസയായിരുന്നു ശോഭാ സുരേന്ദ്രന് കിട്ടിയത്. ഇത്തരത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ തനിക്കൊരു ഓളമുണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സീറ്റ് തന്നെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുന്നത്. കണ്ടു തന്നെ അറിയണം ആലപ്പുഴയിൽ CPMന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.